ശ്രീ എം ജയചന്ദ്രൻ, ഇത് ഒരു നിലപാടിൻ്റെയും നയത്തിൻ്റെയും പ്രശ്നമാണ്. കാരണം ഇപ്പോൾ PM-ശ്രീയുടെ കാര്യത്തിൽ ഇവർക്ക് മോദിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങണം, എന്നിട്ട് പാപഭാരം പഴയ സർക്കാരിൻ്റെ തലയിൽ വെക്കണം. അവിടെ ഫ്രീസായ ഒരു MOU മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ മത്സരകാലത്ത് പറഞ്ഞിരുന്ന, തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമായത് ആവർത്തിക്കുകയാണ്. ചില മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ മോദിയുടെ പടം PMAY പദ്ധതിയുമായി ബന്ധപ്പെട്ട് മോദിയുടെ ചിത്രം പതിക്കുന്നതിൽ, ലോഗോയിലുള്ള മോദിയുടെ ചിത്രം പതിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ഒരു മുസ്ലിം ലീഗിൻ്റെ മന്ത്രിക്ക് ചോദിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അത് UDFൻ്റെ ഒരു നയമാണ്. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക അടക്കമുള്ള സ്ഥലങ്ങളിൽ, തെലങ്കാന അടക്കമുള്ള സ്ഥലങ്ങളിൽ, ഹിമാചൽ പ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ PM-ശ്രീ ഒപ്പിട്ടു. പിന്നീട് മുൻകാലത്ത് രാജസ്ഥാനിലും ജാർഖണ്ഡിലും ഇവർ ഭരിക്കുന്ന സമയത്ത് അത് ഒപ്പിട്ടു. അപ്പോൾ ഇവരുടെ അവിടെയൊന്നും പിണറായി വിജയൻ സർക്കാരിൻ്റെ MOU, ഫ്രീസായ MOU അല്ലല്ലോ ഇതിന് കാരണമായത്. അപ്പോൾ ഒരു നയമാണ്. ഈ നയം എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. അതാണ് ഗവർണർ വകുപ്പ് സെക്രട്ടറിമാരെ VD സതീശൻ പോലും അറിയാതെ വിളിച്ചു വരുത്തി മീറ്റിംഗ് നടത്തുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇത് പ്രതിഫലിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പ്രതിപക്ഷത്തിരുന്നപ്പോഴുള്ളതുപോലെ നുണകൾ ആവർത്തിച്ചാൽ ഇതിനെല്ലാം അതിജയിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇരുണ്ട കാലം എത്തുന്നു, പവർ കട്ടാകുന്നു, പനിമരണങ്ങൾ വ്യാപിക്കുന്നു. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ മൂർത്തമായി നിൽക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അജിംഷാദെ, ഞാൻ ഈ PMAYയുടെ കാര്യം പറഞ്ഞിട്ട് മറ്റ് ഒരു ഭാഗം പറയാനുണ്ട്, അതിലേക്ക് വരാം. അത് ഈ PMAY എന്ന് പറയുന്നത് PMAY G ഉണ്ട്, PMAY U ഉണ്ട്. PMAY G എന്ന് പറഞ്ഞാൽ ഗ്രാമീണ മേഖല. PMAY U എന്ന് പറഞ്ഞാൽ അർബൻ സെക്ടർ, നഗര മേഖലയിൽ. അപ്പൊ ഇവിടെ ഈ അതീവ ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് ഈ 4 ലക്ഷം രൂപയുടെ ഗ്രാമീണ മേഖലയിലെ ഒരു വീടിന് എത്ര രൂപയാണ് കൊടുക്കുന്നത്, ഈ ലോഗോ പതിച്ചു വെക്കണം എന്നാവശ്യപ്പെടാനായിട്ട് ഈ മന്ത്രിക്ക് നാണം വേണം. ആദ്യം 72,000 രൂപയാണെന്ന് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ PMAYക്ക്. ആ സ്കീം പ്രകാരം ഗ്രാമീണ മേഖലയിൽ 72,000 രൂപയും നഗരമേഖലയിൽ 1.5 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ പണിയുന്നതോ 4 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടാണ് പണിയുന്നത്. അപ്പോൾ ബാക്കി 328 കൊടുക്കുന്ന സംസ്ഥാന സർക്കാരാണ്. അതിനെപ്പറ്റി മിണ്ടാട്ടമില്ല. അങ്ങനെ കൊടുക്കുന്ന സംസ്ഥാന സർക്കാർ പറയുന്നില്ല ചാപ്പ കുത്താൻ. പക്ഷെ ഈ 72,000 കൊടുക്കുന്ന കേന്ദ്രം പറയാണ് ചാപ്പ കുത്തണമെന്ന്. സൗകര്യം അതാണ് കാര്യം. അപ്പൊ അത് പറയാനുള്ള നട്ടലെന്നാണ് നമ്മുടെ നാടൻ മലയാളത്തിൽ, തനി മലയാളത്തിൽ പറയുന്നത്. ആ നട്ടല് വേണം മിസ്റ്റർ മിനിസ്റ്റർ KM ഷാജി. അതില്ലാത്തതിന്റെ പ്രശ്നമാണ് താങ്കൾ എല്ലാ ദിനവും കാണിക്കുന്നത്. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറുപടി. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ചർച്ചയിൽ പറയാനുള്ളത് അജിംഷാദെ, ഇവര് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പലതും ഗവൺമെന്റ് തുടർച്ചയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് മെഴുകി വരുന്നുമുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ അങ്ങോട്ട് പറയുകയാണ്. ആ തീയതി ഉൾപ്പെടെ പറയുകയാണ്. ഈ വർഷം 2021, തീയതി ഫെബ്രുവരി 24, സമയം രാവിലെ 10 മണി, ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ആസ്ഥാനത്ത് ഒരു വെബിനാർ നടക്കുകയാണ്. വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. DIPAM എന്ന് ചുരുക്കത്തിൽ അറിയപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രൈവറ്റ് അസറ്റ് മാനേജ്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിന്റെയാണ് വെബിനാർ. 2021-22 ബജറ്റിലെ പ്രൈവറ്റൈസേഷൻ അപ്രോച്ച്, അതാണ് വെബിനാറിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലുള്ള വിഷയം. 21-22 ബജറ്റിലെ സ്വകാര്യവൽക്കരണ സമീപനങ്ങൾ. ആ സമീപനത്തില് മോദി ഒരു പേരും കൂടെ പറഞ്ഞു കേട്ടോ. അതാണ് ഗവൺമെന്റ് ഹാസ് നോ ബിസിനസ് ടു ബി ഇൻ ബിസിനസ്. അതുപോലെ സുപ്രസിദ്ധമായ വ്യാഖ്യാനമാണ്. ഗവൺമെന്റ് ഹാസ് നോ ബിസിനസ് ടു ബി ഇൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ജോലി ബിസിനസ് നടത്തുക എന്നുള്ളതല്ല. പിന്നെന്താണ് അത് നടത്തേണ്ടത്? ആരാണ് അത് നടത്തേണ്ടത്? സ്വകാര്യ സംരംഭകരാണ്. അതിനാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഗവൺമെന്റ് അതിന്റെ ഫെസിലിറ്റേറ്റർ ആകുകയാണ് വേണ്ടത്. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ രത്ന ചുരുക്കം. ഇത് അതേപടി ഈ നയം
പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2021 ഫെബ്രുവരി 24 രാവിലെ 10 മണിക്ക് പ്രഖ്യാപിച്ച ഇതേ നയം ഡിറ്റോ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുകയാണ് വി.ഡി. സതീശൻ സർക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ് മാരകമായ കാര്യം. അത് ചെറിയ കാര്യമൊന്നുമല്ല. അത് സംബന്ധിച്ച് ഇനിയും ഒരുപാട് ചർച്ചകൾ നടക്കാനിരിക്കുന്നു. ഞാൻ അതിൻ്റെ ഒരു ഭാഗം തുടങ്ങി വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അതിന്റെ പുറകെ ശക്തിയായി തന്നെ നിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അവതരിപ്പിക്കാൻ വേണ്ടി തന്നെ. അപ്പൊ അത്തരത്തിൽ സ്വകാര്യവൽക്കരണത്തിന്റെ അപ്പോസ്തലനായിട്ട് മോദിയുടെ പ്രധാന വക്താവായി മാറിക്കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാറുമ്പോൾ, ഘടകകക്ഷികൾ ആ നിലയിലേക്ക് മാറ്റപ്പെടുമ്പോൾ എന്താണ് അജണ്ട എന്നുള്ളത് കേരളത്തിൽ അന്വേഷിക്കേണ്ടി വരും. കൈരളിക്ക് കൂടുതൽ വിശദമായി തന്നെ അത് അന്വേഷിച്ച് പോകേണ്ടി വരും, കണ്ടെത്തേണ്ടിയും വരും. കാര്യം അത് നമുക്ക് ഇവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട്. ഫിഷറീസ് പിന്നെ മുസ്ലിം ലീഗിന് പോയത് വെറുതെ അല്ല കേട്ടോ. തുറമുഖം സതീശന് പോയത് വെറുതെ അല്ല കേട്ടോ. അതിനൊക്കെ വ്യക്തമായ കാര്യകാരണങ്ങളുണ്ട്. ഈ ബജറ്റിൽ അവതരിപ്പിച്ചല്ലോ, 19 തീയതി അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ പിന്നെ ഒരു അപ്രോച്ച് പറഞ്ഞല്ലോ. പിന്നെ ബ്ലൂ എക്കോണമി, മിഷൻ സമുദ്ര, പിന്നെ റെയർ എർത്ത് കോറിഡോർ, പോർട്ട് സിറ്റി, ഈ 4 കാര്യങ്ങൾ, 4 വമ്പൻ പ്രഖ്യാപനങ്ങളാണ് കേരള ജനതയ്ക്ക് മുമ്പാകെ വി.ഡി. സതീശൻ ബജറ്റിലൂടെ വെച്ചിട്ടുള്ളത്. ഈ മാസം 19 അവതരിപ്പിച്ച ബജറ്റിൽ അത് ഉന്നയിക്കുന്ന, അത് വിനിമയം ചെയ്യുന്ന വിവരങ്ങളുടെ വളരെ ഹ്രസ്വമായൊരു കാര്യം മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ. അതിന്റെ വലിയ കാര്യങ്ങൾ, അതിന്റെ ഉള്ളടക്കം ഞാൻ തേടിപ്പോയപ്പോഴാണ് ഈ വെബിനാർ വരെ എത്തിയത്. ഡൽഹിയിലെ ഞാൻ ഈ പറഞ്ഞ 2021 ഫെബ്രുവരിയിലെ വെബിനാർ വരെ ഞാൻ എത്തിയത്. അപ്പൊ അതിന്റെ ഡിറ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യാണെന്ന് പ്രധാനമന്ത്രിയുടെ നയം. ഇത് പിന്നെ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ സ്വകാര്യവൽക്കരണം മാത്രമല്ല. ഇതിനകത്ത് താങ്കൾ സൂചിപ്പിച്ചല്ലോ, മുൻകാലങ്ങളിലെയും ബി.ജെ.പി. സർക്കാർ അരുൺ ഷൂരിയൊക്കെ വെച്ചൊരു വകുപ്പ് തന്നെ ഇങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുറിച്ചു വിൽക്കുന്നതിനുണ്ടാക്കി. അതുപോലെ ആ മാതൃകയും തുടരും വി.ഡി. സതീശൻ. കാരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തുടർന്നുള്ള ദിവസങ്ങളിൽ വന്നേക്കാം. അല്ല അജിം സാറേ, ഇതിന്റെ കൂട്ടത്തിൽ ഒറ്റ മിനിറ്റൂടെ. അതാണ് അന്നത്തെ ആ പ്രസംഗത്തിൽ, അന്നത്തെ ആ ഡിപ്പാമിന്റെ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി 2 കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിച്ചുകൊണ്ട് 2.5 ലക്ഷം കോടി തങ്ങൾ സമ്പാദിക്കും. പൂട്ടിക്കിടക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എല്ലാം ഓഹരി വിറ്റഴിച്ചുകൊണ്ട് 2.5 ലക്ഷം കോടി. പിന്നെ മറ്റൊന്ന്, പിന്നെ LIC, പിന്നെ നമ്മുടെ ഇന്ത്യൻ എയർലൈൻസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ വിറ്റഴിച്ചുകൊണ്ട് 1.25 ലക്ഷം കോടി തങ്ങൾ സമ്പാദിക്കും. ഇത് പറഞ്ഞിട്ട് ഇപ്പൊ 5ാമത്തെ വർഷമാണിത്. ഇതിൽ യാതൊന്നും നടന്നില്ല. ഒരെണ്ണം മാത്രം ഭാഗികമായി നടന്നു. പിന്നെ ടാറ്റാസ് എയർ ഇന്ത്യ ഏറ്റെടുത്തു. അതൊഴികെ ബാക്കി യാതൊന്നും നടന്നില്ല. അത്ര വമ്പൻ പരാജയങ്ങളായിരുന്നു അത്. പക്ഷെ കോൺഗ്രസ് ഇന്നേ വരെ ഇതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടിയിട്ടില്ല കേട്ടോ, ഒരക്ഷരം. ഈ 2.5 ലക്ഷം കോടിയുടെയും 1.25 ലക്ഷം കോടിയുടെയും കാര്യത്തിൽ. അതെ, തീർച്ചയായും.